അസ്സലാമു അലൈക്കും. ഒരു ദിവസം എല്ലാവരും ഓതുന്ന സൂറത്ത്, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു സൂറത്തുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഇരുട്ടേറിയ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാനും മാത്രം ശക്തിയുള്ള ഒരു സൂറത്താണ് ഇത്. ഒരു ദിവസം എത്രയോ സമയങ്ങൾ നമ്മൾ വെറുതെ പായാക്കി കളയുന്നുണ്ട്. ഈ ഒരു സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് വെറും 4-5 മിനിറ്റ് മാത്രമാണ് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സൂറത്ത് പതിവാക്കാൻ ശ്രമിക്കുക. ഈ സൂറത്ത് ദിവസവും ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ തന്നെ നമ്മളെ ജീവിതത്തിലുള്ള വലിയ അപകടങ്ങളിൽ നിന്നും നമുക്ക് കാവലായി മാറുന്ന സൂറത്താണിത്. എന്നാൽ ഒരാൾ 3 പ്രാവശ്യം ഓതുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരിക്കലും പണത്തിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒരു രീതിയിലുള്ള കടങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള വഴി അള്ളാഹുവായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ സൂറത്തുൽ മുൽക്കിനെ കുറിച്ചാണ്. ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവായി ഓതാൻ ശ്രമിക്കുക. എല്ലാവരും മഗ്‌രിബിനും ഇശാഇനും ഇടയിൽ ഒരു പ്രാവശ്യം ഓതുന്ന ഒരു സൂറത്തായിരിക്കും ഇത്. എല്ലാവരും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം പതിവാക്കി വരുന്ന ഒരു സൂറത്തായിരിക്കും മുൽക്ക് സൂറത്ത്. എന്നാൽ അതിൻ്റെ കൂടെ 2 പ്രാവശ്യം കൂടി ഓതിയാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പതിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ സൂറത്ത് മുൽക്ക് സൂറത്ത് ഒരാൾ എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതുകയാണെങ്കിൽ അവരെയും അവരുടെ കുടുംബത്തെയും ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പൈശാചികമോ ജിന്നുകളിൽ നിന്നുണ്ടാവുന്നതോ ആയ ഏത് രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല അവരെ കാത്തുരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും മനസ്സിലാക്കി എല്ലാ ദിവസവും 3 തവണ മഗ്‌രിബിന് ശേഷം മുൽക്ക് സൂറത്ത് പതിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഹലാലായ ഏത് ആഗ്രഹവും ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ്. പെട്ടെന്ന് ഉത്തരം കിട്ടാനും മുൽക്ക് സൂറത്ത് കാരണമാവും. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, നമുക്ക് വെളിച്ചമാകുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അത് പതിവാക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. നിങ്ങളുടെ ദുആകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.